ഇന്നത്തെ കാലത്ത് ജീവിതം റെയിൽവേ സ്റ്റേഷൻ പോലെയായി മാറിയിട്ടുണ്ട്. ജീവിതം തിരക്കിട്ടോടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ആരും ആർക്കും സ്വന്തമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ശാന്തമായി നിങ്ങളുടെ യാത്ര തുടർന്നു കൊള്ളുക. നിങ്ങൾ സത്യം പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കില്ല. നിങ്ങൾ നുണ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുകയുമില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ അത് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. മറ്റുള്ളവരെ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വിലയേറിയ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ വ്യത്യസ്തമാണ് എന്നതിനർത്ഥം നിങ്ങൾ മോശമാണെന്നല്ല. നിങ്ങൾ ഈ ലോകത്ത് എത്ര നല്ല കാര്യം വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ മരണശേഷമല്ലാതെ ആരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയില്ല. ചില വ്യക്തികൾ കൊതുകിനെ പോലെയാണ്. മൂളിപ്പാട്ട് പാടിയെത്തി നമ്മുടെ തന്നെ ചോര ഊറ്റിക്കുഴിച്ച് എങ്ങോട്ടോ പറന്നു പോകും. ജീവിതത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കുക നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ തന്നെയായിരിക്കാം. വർഷങ്ങൾ മാറി മറിഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നിങ്ങളെ മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ മണിപിടിച്ചിരിക്കാതെ പരിശ്രമിക്കണം. നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കരുത്. ഉപദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നൽകും, എന്നാൽ സഹായത്തിന് ഒരാൾ പോലും ഉണ്ടാകില്ല. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് അയാളുടെ സംസാര ശൈലിയും മാറ്റങ്ങൾ പ്രകടമാകും. അതിനാൽ തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ വിശ്വസിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കരുത്. വിളിക്കാത്തവരുടെ അടുത്തേക്ക് നിങ്ങൾ ഒരിക്കലും കയറി ചെല്ലരുത്. നിങ്ങളുടെ കൂടെയുള്ളവർ പ്രശ്നത്തിലാകുമ്പോൾ അവരുടെ വിളിക്കായി കാത്തിരിക്കുകയും അരുത്. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെറിയ ചിന്താഗതിയുള്ളവരുമായി ഒരിക്കലും നടത്തരുത്. നിങ്ങളുടെ സ്വപ്നം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിച്ചുകൊള്ളൂ. നിങ്ങളുടെ സ്വപ്നം ചെറുതായാലും വലുതായാലും ശരി, നിങ്ങളത് നേടിയെടുക്കുക തന്നെ വേണം.